ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരാളുടെ ഭൂമിയും ആധാർ കാർഡും തമ്മിൽ അല്ലെങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സർവീസ് ആണ്. കേരള ഗവൺമെന്റ് അടുത്തതായിട്ട് പ്രഖ്യാപിച്ച ഒരു സർവീസ് ആയിരുന്നു അത്. അതായത് ഒരാൾക്ക് ഒന്നിലധികം സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒറ്റ തണ്ട പേരാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ സിറ്റിസൺ ലോഗിൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. സിറ്റിസൺ ഐ ഡി എങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് ഇതിനു മുന്നുള്ള വീഡിയോയിൽ നോക്കിയതാണ്. സോ സിറ്റിസൺ ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ആയി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലുള്ള ഡാഷ്ബോർഡിലേക്ക് ഇവിടെ എത്തിപ്പെടുന്നതാണ്. ഇവിടെ നമുക്ക് ലിങ്കിങ് ചെയ്യുന്നതിന്റെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന രീതി നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ വായിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് വീഡിയോ കാണാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഇടതു ഭാഗത്ത് ആധാർ ലിങ്കിങ് എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കുറച്ച് അതിന്റെ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അതായത് ആധാർ കാർഡ് മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആയിരിക്കണം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ് അണ്ടർസ്റ്റുഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ നമ്മുടെ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക, ജില്ല, താലൂക്ക്, വില്ലേജ്. അതിനുശേഷം ആഡ് ടു ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമുക്ക് ആ സ്ഥലം ആരുടെ പേരിലാണുള്ളത് കാണിക്കും. ഒന്നിലധികം പേരുള്ള സ്ഥലമാണെങ്കിൽ രണ്ടുപേരുടെയും പേര് ഇവിടെ കാണിക്കും. ഇതിനകത്ത് ആരുടെ പേരാണ് നമ്മൾ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേര് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്നിലധികം ആളുകൾ ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയും കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ആധാർ കാർഡ് ലിങ്ക്ഡ് ആയിരിക്കണം. അതിനുശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ആധാർ കാർഡിലുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്കൊരു കൺസെന്റ് ഫോം ഉണ്ടാവും. കൺസെന്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നിട്ട് നമ്മൾക്ക് മൊബൈൽ നമ്പറിലേക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ആധാർ ലിങ്ക്ഡ് ആയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് വന്നിരിക്കുന്ന OTP ഇവിടെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇത്രയാണ് നമ്മൾ. അടുത്തായിട്ട് ഇവിടെ ഹിസ്റ്ററി എന്നുള്ള സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്തോട്ട് പോവുക. ഇവിടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, പ്രോസസ്സിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരാളുടെ ആധാർ കാർഡും ഭൂമിയുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്.